എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസിനും ഡീസ് ട്യൂഷൻ സെൻറ്ററിലേക്ക് സ്വാഗതം. നോക്കാം, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ഓൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അതിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്നും കൂടെ പറയും. ഇപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനകത്തിലെ അസറ്റ് എന്ന് പറയുന്ന അസറ്റ് എന്തിൻ്റെയൊക്കെ ടോട്ടലാണ്? ടോട്ടൽ ഓഫ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എ ഈക്വൽ എൽ പ്ലസ് ഇ. എയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അസറ്റ് എന്നും എല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലയബിലിറ്റീസ് എന്നും സി ഈക്വൽ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന്, ഈ മുകളിൽ പറയുന്ന ഇക്വേഷനകത്ത് നിന്നും നമുക്ക് അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും. അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലയബിലിറ്റീസ് കിട്ടും. നോക്കാം. സിൻസ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ depicts the fundamental relationship among the components of balance sheet, it is also called the balance sheet equation. ഇപ്പം ഈ അക്കൗണ്ടിങ് ഇക്വേഷനകത്തിൽ ഇപ്പം ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ഓഫ് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ലയബിലിറ്റീസും അസറ്റും ക്യാപിറ്റലും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്നൂടെ വിളിക്കാം? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നൂടെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആസ് ദ നെയിം സജസ്റ്റ് ദ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്നൂടെ വിളിക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്നൂടെ വിളിക്കാം. അറ്റ് എനി പോയിൻ്റ് ഓഫ് ദ റിസോഴ്സസ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റി മേ ബി ഈക്വൽ ടു ദ ക്ലെയിംസ് ഓഫ് ദോസ് ഹൂ ഹാവ് ഫിനാൻസ്ഡ് ദീസ് റിസോഴ്സസ്. അപ്പം നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റിയിൽ ഇപ്പം ഈ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇവ തമ്മിലുള്ള റിലേഷൻസാണ്. ഇപ്പം നോക്കാം. ദ പ്രൊപ്പറേറ്റേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് പ്രൊവൈഡ് ദ റിസോഴ്സസ് ഓഫ് ദ ബിസിനസ്. പ്രൊപ്പറേറ്റേഴ്സും ഔട്ട്സൈഡേഴ്സുമാണ് ഈ ബിസിനസ്സിലെ റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ക്ലെയിം ഓഫ് ദ പ്രൊപ്പറേറ്റർ ഈസ് കോൾഡ് ക്യാപിറ്റൽ. ഇപ്പം ക്ലെയിം ഓഫ് പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ആൻഡ് ദ ക്ലെയിം ഓഫ് ദ ഔട്ട്സൈഡേഴ്സ് ഈസ് നോൺ ആസ് ലയബിലിറ്റീസ്. ഔട്ട്സൈഡേഴ്സ് നൽകുന്ന ക്ലെയിം എന്താണ്? ക്ലെയിമിൻ്റെ ലയബിലിറ്റീസാണ്. ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഇക്വേഷൻ ഈസ് എ പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ്. ഈ എലമെൻ്റ് അല്ല എന്തിൻ്റെ ഒരു പാർട്ടാണ്? ബാലൻസ് ഷീറ്റിൻ്റെ പാർട്ടാണ്. വിച്ച് സ്റ്റേറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്കുള്ള ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയാണ് ഇത് കാണിക്കുന്നത്. വെൻ വി അനലൈസ് ദ ട്രാൻസാക്ഷൻസ് വി ആക്ച്വലി ട്രൈ ടു നോ ദ ഹൗ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി ഗെറ്റ് അഫക്റ്റഡ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയറിലെ ഒരു ഫേം എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ ട്രാൻസാക്ഷൻ്റെ ബേസിൽ ഇതിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ബിസിനസ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കും. അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് അസറ്റ്സ്. ഇപ്പം ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കുന്നത് പലതരത്തിലുള്ള അസറ്റുകളാണ്. അതിൽ എന്തൊക്കെ കാണാം? കറണ്ട് അസറ്റ് കാണാം, ഫിക്റ്റീഷ്യസ് അസറ്റ് കാണാം, ഫിക്സഡ് അസറ്റ് കാണാം, പിന്നെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇതെല്ലാം കാണപ്പെടാം. വിച്ച് ദ ബിസിനസ് എൻറ്റിറ്റി ഓൺസ്. ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഓണേഴ്സ് ക്ലെയിംസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിംസ്. ബട്ട് ദ ബിസിനസ് എൻറ്റിറ്റി ഓസ് ദ equality of the asset side and the liability side of balance sheet is an undeniable fact and justifies the name of accounting equation as balance sheet equation is also. അപ്പം നമുക്കിപ്പോൾ ഇവിടെ പിന്നെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തമ്മിലുള്ള അത് ഒരു ബാലൻസ് ഷീറ്റ് പിന്നെ ടാലിയായിട്ട് പോവുകയാണെങ്കിൽ ആ ഫേം എന്തായിരിക്കും? അസറ്റ് സൈഡും പിന്നെ ലയബിലിറ്റി സൈഡും ഈക്വലായിട്ട് പോവുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി.